മഹാരാഷ്ട്രയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം, അതായത് 6 തവണ ഉപമുഖ്യമന്ത്രിയായിരുന്നയാൾ, അടുത്ത മുഖ്യമന്ത്രി എന്ന് പലതവണ പ്രതീതി സൃഷ്ടിച്ച മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കൂർമ്മബുദ്ധി, നിരവധി ട്വിസ്റ്റുകളിലൂടെ ശരത് പവാർ പക്ഷത്തെ ഇല്ലായ്മ ചെയ്തുവെന്ന് തോന്നിപ്പിച്ച പിളർപ്പിലൂടെ NCPയെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ രണ്ടാക്കിയ ശേഷം എല്ലാം ഒന്നാവുമെന്ന പ്രതീതി സൃഷ്ടിച്ച കാലത്തുകൂടിയാണ് ഒരു വിമാന അപകടത്തിൽ അജിത് പവാർ ജീവൻ നഷ്ടമാകുന്നത്. അതും മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം ജയിച്ചു കയറിയ അദ്ദേഹത്തിൻ്റെ പേരിനൊപ്പം എന്നും പറഞ്ഞു കേൾക്കുന്ന അതേ ബരാമതി. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ എൻജിൻ റൂം എന്നാണ് അജിത് പവാറിനെ വിശേഷിപ്പിക്കുന്നത്. അമ്മാവൻ ശരത് പവാറിൻ്റെ തണലിൽ നിൽക്കാതെ സ്വന്തമായി വഴിവെട്ടിയ നേതാവ്. 2000-ന്റെ പകുതിയോടെ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സൂലെയുടെ വരവോടെയായിരുന്നു പവാർ കുടുംബത്തിലെ പൊട്ടിത്തെറിക്ക് തുടക്കം കുറിക്കുന്നത്. ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ സുപ്രിയ സൂലെയും നാട്ടിൽ മാസ് ലീഡറായ അജിത് പവാറും തമ്മിലുള്ള വടംവലിക്കപ്പുറമായിരുന്നു അതിൻ്റെ ഇമ്പാക്റ്റ്. ഷുഗർ കോഓപ്പറേറ്റീവുകൾക്കിടയിൽ ശക്തമായ സ്വാധീനമുള്ള അജിത് പവാറിന് അണികളെ കൂടെ നിർത്താനുള്ള മെയ്വഴക്കമുണ്ടായിരുന്നു. അമ്മാവൻ ശരത് പവാറിൻ്റെ പാത പിന്തുടർന്നാണെങ്കിലും കരിമ്പു കർഷകർക്കിടയിലും അവരുടെ സഹകരണ സ്ഥാപനത്തിലും സ്വന്തമായി സ്വാധീനമുണ്ടാക്കാൻ അജിത് പവാറിനായി. ഷുഗർ കോഓപ്പറേറ്റീവുകൾക്ക് ശക്തമായ സ്വാധീനമുള്ള മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒടുവിൽ BJPയിലേക്ക് അദ്ദേഹത്തെ അടുപ്പിച്ചതും ഈ സ്വാധീനമാണ്. 1982-ൽ സഹകരണ മേഖലയിലൂടെയാണ് അജിത് പവാർ തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. 1991-ൽ ബാരാമതി മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ ശരത് പവാറിന് കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം ആ സീറ്റ് ഒഴിഞ്ഞുകൊടുത്തു. തുടർന്ന് 1991-ലെ ഉപതെരഞ്ഞെടുപ്പിലൂടെ മഹാരാഷ്ട്ര നിയമസഭയിലെത്തിയ അദ്ദേഹം 7 തവണ തുടർച്ചയായി ബാരാമതിയിൽ നിന്ന് വിജയിച്ചു. 2023 ജൂലൈയിൽ ശരത് പവാറുമായി തെറ്റിപ്പിരിഞ്ഞ അദ്ദേഹം NCPയിൽ പിളർപ്പുണ്ടാക്കി ഭരണകക്ഷിയായ മഹായുതി സഖ്യത്തിൽ ചേർന്നു. 2024 ഫെബ്രുവരിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തെ യഥാർത്ഥ NCPയെ അംഗീകരിക്കുകയും ക്ലോക്ക് ചിഹ്നം അനുവദിക്കുകയും ചെയ്തു. കഴിഞ്ഞ പൂനെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ NCPയുടെ ഇരുപക്ഷവും തകർന്നടിഞ്ഞതോടെ ഒരു റീയൂണിയൻ മൂഡിലായിരുന്നു അജിത് പവാർ. മരണത്തിന് തൊട്ടു മുൻപ് ശരത് പവാറിൻ്റെ വിഭാഗവുമായി പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിൽ സഹകരിക്കാൻ അദ്ദേഹം തയ്യാറായതും ശരത് പവാറുമായുള്ള പ്രശ്നങ്ങൾ തീർത്ത് ഒന്നിക്കാനുള്ള സൂചനയായി രാഷ്ട്രീയ ലോകം വിലയിരുത്തിയിരുന്നു. നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ നിരവധി വിവാദങ്ങളും അദ്ദേഹത്തെ പിന്തുടർന്നു. എന്നും കോർപ്പറേറ്റുകൾക്കൊപ്പം നടക്കുന്ന നേതാവ് എന്ന വിമർശനം ഓരോ വിവാദങ്ങൾക്കപ്പുറവും ഉയർന്നു കേട്ടു. 70,000 കോടി രൂപയുടെ ജലസേചന അഴിമതി ആരോപണങ്ങളും 2013-ലെ വരൾച്ചാ സമയത്തെ വിവാദ പ്രസ്താവനയും അദ്ദേഹത്തെ പ്രതിക്കൂട്ടിലാക്കിയിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വളർച്ചയെ ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. കോൺഗ്രസിൻ്റെ പൃഥ്വിരാജ് ചവാൻ, BJPയുടെ ദേവേന്ദ്ര ഫട്നാവിസ്, ശിവസേനയുടെ ഉദ്ധവ് താക്കറെ, ഏകനാഥ് ഷിൻഡെ എന്നീ മുഖ്യമന്ത്രിമാരുടെ കീഴിലായിരുന്നു അദ്ദേഹം ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത്. സാമ്പത്തിക കാര്യം കൈകാര്യം ചെയ്യുന്നതിലെ അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യം കാരണം മിസ്റ്റർ ഫിനാൻസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. ബാരാമതി മണ്ഡലത്തിൽ നിന്ന് 7 തവണ തുടർച്ചയായി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം മണ്ഡലത്തിൻ്റെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. പിതാവിൻ്റെ മരണശേഷം കുടുംബത്തെ സഹായിക്കാനായി കോളേജ് പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന അദ്ദേഹം കഠിനാധ്വാനത്തിലൂടെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി മാറിയത്. അജിത് പവാറിൻ്റെ വിയോഗം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നികത്താനാവാത്ത വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.